ഭഗവാനെ രക്ഷിക്കണേ. ഈ വർക്ക്ഷോപ്പിൽ നന്നാക്കിയിട്ടിരിക്കുന്ന കാറ് വാങ്ങാൻ അതിൻ്റെ മുതലാളിമാർ വരുന്നതിന് മുമ്പേ, ഇനിയും പുതിയ കാറുകൾ ഈ വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പേ എൻ്റെ മേശിരി കഴിഞ്ഞ് എത്തിക്കണേ ഭഗവാനെ. കാരണം അവന്മാരുടെ വായിരിക്കുന്ന ചീത്ത വിളി കേൾക്കാൻ എനിക്ക് വയ്യ. കേട്ട് കേട്ട് ഞാൻ മടുത്തു. അതുകൊണ്ട് പ്രാർത്ഥിച്ചു പോകുന്നതാണ്. സത്യം, ഇന്ന് തന്നെ രാവിലെ 8:30 ഞാനിവിടെ വന്നതാ. ഇതുവരെ മേശിരി വന്നിട്ടില്ല. ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെട്ട് എന്തെല്ലാം ജോലി ചെയ്ത് രാവിലെ വന്നതെല്ലാം തൂത്ത് വാരിയിട്ട് ദാണ്ട തിരിയും കത്തിച്ച് വെച്ച്. സത്യം, നിങ്ങൾ ഒരുപാട് വർക്ക്ഷോപ്പിൽ പോയിട്ടല്ലേ? ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ ഇത് ഉത്തരവാദിത്തമില്ലാതെ ഏതെങ്കിലും മേശിരിമാർ കാണിക്കത്തില്ല. പക്ഷെ എൻ്റെ അവസ്ഥ ഉണ്ട്. ഓടി നടന്ന് പണി പിടിക്കാൻ ഞാനും, ക്രെഡിറ്റ് മൊത്തവും എൻ്റെ മേശിരിക്കും. സത്യം പറഞ്ഞ ഇയാളെയൊക്കെ പണി പിടിപ്പിച്ചത് ആരാ? വർക്കലയുള്ള ഒരു പുഷ്പായി. അയ്യോ, അതെന്റെ അച്ഛനല്ലേ? രാവിലെ തന്നെ ഇപ്പൊ നിന്റെ മുഖത്തോക്കി അച്ഛനെ വിളിക്കാൻ പറ്റാത്തോണ്ടാണ് ഞാൻ ഈ വളഞ്ഞ വഴി സ്വീകരിച്ചത്. മനസ്സിലായ? സത്യം പറഞ്ഞ ഈ മുടിഞ്ഞ വർക്ക്ഷോപ്പിൽ ഞാൻ എന്റെ വർക്ക്ഷോപ്പിനെ കുറ്റം പറയരുത്. വർക്ക്ഷോപ്പിനെ കുറ്റം പറയരുത്. എന്റെ കാരണക്കുറ്റിക്ക് അടിച്ചാൽ ഞാൻ സഹിക്കും. പക്ഷെ വർക്ക്ഷോപ്പിനെ കുറ്റം പറഞ്ഞാൽ ക്ഷമിക്കുള്ളൂ. മേശരിക്ക് കാര്യം അറിയോ? നല്ല ഉഗ്രനൊരു പണി ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. നീ സാധാരണ പിടിച്ചു വെക്കുന്ന എല്ലാം ഉഗ്രം പണിയാണല്ലോ. അതല്ലെന്ന്, രാവിലെ തന്നെ ഒരു കല്യാണ പാർട്ടി വിളിച്ച്. എന്നിട്ട് ഒറ്റയ്ക്ക് പോയി ഞാൻ കയറ്റിയല്ലേ? മേശരി രാവിലെ ഒരു കല്യാണ പാർട്ടി വിളിച്ചു. അവര് വരുന്ന വഴിക്ക് അവരെ കാറ് കംപ്ലൈന്റ് ആയി. എത്രയും പെട്ടെന്ന് ശരിയാക്കി കൊടുക്കണം. കാരണം 3 മണിക്ക് മുമ്പ് അവർക്ക് വീട്ടിൽ കയറാനുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ കൊണ്ടുവന്നേര്, ഞാൻ ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞു. മെനിഞ്ഞാന്നൊരു കാർ ശരിയാക്കി വിട്ടത് ഓർമ്മയുണ്ടാ? ഒരു മാരുതി 800. അവരെന്നെ വിളിച്ചിരുന്നു. അവര് പറഞ്ഞ് ഈ ഗിയർ ഉണ്ടല്ലേ, ഫസ്റ്റ് ഇട്ടിട്ട് സെക്കൻഡ് അടിക്കുമ്പം പവർ ഇല്ല. ഫസ്റ്റ് ഇട്ടിട്ട് സെക്കൻഡ് അടിക്കുമ്പോ പവർ ഇല്ലെന്ന്. അത് മേശരി അങ്ങനല്ലേ? ഞാൻ അങ്ങനെ ഫസ്റ്റ് അടിച്ചിട്ട് രണ്ടാമത് അടിക്കുമ്പോ പവർ കാണില്ലല്ലോ. പക്ഷെ എന്നാൽ ഈ കല്യാണക്കാർ എന്നെ കിടന്ന് വിളിച്ചാണോ അല്ലേടാ? വിളിച്ചിട്ടാണ് അവരെന്നെ തിരിച്ചു വിളിച്ചത്. മേശരി വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന്. അയ്യോ, എന്റെ മൊബൈൽ കളഞ്ഞു. മൊബൈൽ കളഞ്ഞു പോയി. ഏത് മൊബൈൽ? J7. വലിയ ടച്ച് സ്ക്രീനൊക്കെ ഉള്ള ഭയങ്കര സാധനം. അതും കൊണ്ട് കളഞ്ഞു പോയി. കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലേ? ഒരു ഉത്തരവാദിത്വം ഇല്ല. എല്ലാത്തിനും എന്റെ കണ്ണെത്തില്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് കളയുക, വർക്ക്ഷോപ്പ് അലങ്കോലപ്പെടുത്തിയിടുക. ഇതാണ് പുള്ളിയുടെ സ്ഥിരം പരിപാടി. എല്ലായിടത്തും ഞാൻ തന്നെ. ഇതെന്തരടാ? ഇത് മറ്റേ ചന്ദനത്തിൽ കുത്തിച്ച് വെക്കുന്ന പലക. ഇത് ചന്ദന കുത്തി വെച്ച് വെക്കുന്ന പലകയല്ല, പിന്നെ എന്റെ J7. ഞാൻ മറ്റേ നമ്മളെ ജലാലി മേശരി പണിക്കുന്ന സ്റ്റാൻഡാണ്. ജലാലി മേശരിയുടെ സ്റ്റാൻഡ് ഇതിന്റെ ഉച്ചിടിച്ചാൻ പൊട്ടിക്കും. പക്ഷെ എന്റെ അടുത്ത് കിടന്ന് ഈ ചൂടാവുന്നേ ഉള്ളൂ. മേശരി ഒരു സ്നേഹമില്ല കേട്ടോ. എന്ത് സ്നേഹമില്ലാത്തത്? ഇതേപോലെ സ്നേഹമില്ലാത്ത ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാര്യം പറയടാ അങ്ങോട്ട്. മേശരിയുടെ കൂട്ടുകാരെ സുഖമില്ല നടന്നിട്ട് ഇതുവരെ ഒന്ന് വിളിച്ച് ചോദിച്ചു. ഏത് കൂട്ടുകാരെ? നമ്മളെ ശശി. ശശിക്ക് എന്ത് കുഴപ്പം? അവന്റെ അച്ഛനും അമ്മ എന്നെ ഇനി പറയാനൊന്നുമില്ലടാ. നിന്റെ മേശരി എന്നിട്ട് ആളറാ. ഞാൻ വിളിച്ചു, അവൻ കൂട്ടുകാരെ സുഖമില്ല നടന്നിട്ട് ഒരു വാക്ക് വിളിച്ച് ചോദിച്ചു. കഷ്ടം തന്നെ. ഞാൻ വിളിക്കാൻ മോശം. വിളിക്കാല്ലേ? ഒന്ന് വിളിക്കാം. ഹലോ, അണ്ണാ പറയണ്ണാ. ശശിയാണടാ? ഓ അതെ. എടാ ശശി, നിനക്ക് എന്തൊരു പറ്റിയടാ? മിനിഞ്ഞാന്നൊരു പാണ്ടി ലോറിയായിട്ട് സ്കൂട്ടർ അടിച്ച് കയ്യും കാലും ഒടിഞ്ഞ് വീട്ടിൽ കിടക്കുന്നണ്ണാ. എന്ത് പറ്റിയെന്ന്? ഒരു പാണ്ടി ലോറിയായിട്ട് എന്റെ സ്കൂട്ടർ അടിച്ച് കയ്യും കാലും ഒടിഞ്ഞ് ദേഹം മൊത്തം ഒരഞ്ഞു വാരി വീട്ടിൽ കിടക്കുന്നേ. എടാ എന്തൊരു പറ്റിയെന്ന്? അണ്ണാ അണ്ണാ, ഒരു പാണ്ടി ലോറിയായിട്ട് എന്റെ സ്കൂട്ടർ അടിച്ച് കയ്യും കാലും ഒടിഞ്ഞ് ദേഹം മൊത്തം ഒരഞ്ഞ് തലയ്ക്ക് 16 കുത്തിക്കെട്ടുമായിട്ട് വീട്ടിൽ കിടക്കുന്നണ്ണാ. എടാ എന്തൊരു പറ്റിയെന്ന്? മേശരി, നിങ്ങളെ കൂട്ടുകാരെ ആലപ്പുഴ ഫോണിനകത്തോടെ ഞാൻ കേട്ടു. എന്നിട്ട് മേശരി കേട്ടില്ലേ? എടാ ഇനി വന്നാണ് പറഞ്ഞുതരാം. അതായത് അവന്റെ ആത്മാർത്ഥ കൂട്ടുകാരനാണെങ്കിലും അവന് ഇതൊക്കെ പറ്റിയെന്ന് അവന്റെ നാവ് കൊണ്ട് തന്നെ പറയുന്നത് കേൾക്കണത് ഒരു സുഖോടാ. നാളെ നിനക്ക് ഇങ്ങനെ സംഭവിച്ചാൽ എനിക്കും അതും ഒരു സുഖം തന്നെ കേട്ടാ. പെണ്ണും പിടക്കോഴിയൊന്നും കിട്ടാതെ ഞാൻ നടക്കുന്നത്. എന്തോന്ന്? അല്ല മേശരി എന്താ കല്യാണം കഴിക്കാത്ത? ഞാൻ കല്യാണം കഴിക്കാത്ത. ലോക ബാങ്കിൽ ലോണിന് കൊടുത്തേക്കാണ്, കിട്ടട്ടെ എന്നിട്ട് കല്യാണം കഴിക്കാം. അത് കിട്ടിയിട്ട് കല്യാണം നടന്നത് തന്നെ. ഇങ്ങോട്ടൊക്കെ നീ കളിയാക്കരുത്. ഞങ്ങള് പാരമ്പര്യമായിട്ട് കല്യാണം കഴിക്കൂല. അയ്യോ, കഴിക്കൂല. എന്റെ അച്ഛൻ കഴിച്ചിട്ടില്ല, എന്റെ അച്ഛന്റെ അച്ഛൻ കഴിച്ചിട്ടില്ല, എന്റെ അപ്പൂപ്പ കഴിച്ചിട്ടില്ല. എടാ ഞങ്ങൾ നൈഷ്ഠിക ബ്രഹ്മചാരികളാണ്ടാ. ഇത് കറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാര്യം കഴിഞ്ഞ ഒരു 3 ദിവസത്തിന് മുമ്പ് എനിക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? നമ്മളൊരു കാർ നന്നാക്കാൻ ആളിവിടെ ഒന്നില്ല. ആ പുള്ളി ഇവിടെ ഒന്ന് ചോദിക്കുന്നുണ്ട്, ആ തന്തയില്ലാത്തവനോട് ഇല്ല. സത്യം പറഞ്ഞ ഈ മുടിഞ്ഞ വർക്ക്ഷോപ്പ് ശരിയാവത്തില്ല. നാട്ടിലൊന്നും ഒരു വിലയില്ലടേ.
പറച്ചിലേട്ടത്തോന്നും വീട്ടിൽ ഭയങ്കര വിലയാണ്. നീ കുറെ നേരം എന്നെ തേച്ചോണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം കേട്ടാ. നീ എന്റെ കൂടെ കളിക്കരുത്. ഞാൻ ഇവിടെ വർഷാപ്പ് തുടങ്ങുന്നതിന് മുമ്പ് അങ്ങ് ഗൾഫിലൊക്കെ പണി പഠിച്ചിട്ട് എന്നെ ഇങ്ങോട്ട് വന്നത്. അറബിയുടെ പൊക്കളിൻ ശരിയാക്കിയിട്ടുണ്ട് ഞാൻ. അറബിയുടെ പൊക്കളാ? അറബിയുടെ പൊക്കളല്ല, അറബിയുടെ പൊക്കളിൻ. ശരി പറഞ്ഞതുപോലെ ഭയങ്കര ഗൾഫിലൊക്കെ ഭയങ്കര പണിയായിരുന്നു. ഭയങ്കര പണിയായിരുന്നു. ഭയങ്കര സുഖമാണ് അവിടുത്തെ പണി. പിന്നെ ഭയങ്കര സുഖമല്ലേടാ. പിന്നെ എല്ലാം മെഷീൻ അല്ലേ. വണ്ടി ഇങ്ങനെ റോഡിൽ കിടക്കും, എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ മെഷീൻ വന്ന് നട്ടും ബോൾട്ട് ഇട്ട് അങ്ങ് പോവും. നമ്മൾ വെറുതെ ഇങ്ങനെ മലന്ന് കിടന്നാ മതി. വൈകുന്നേരം ആകുമ്പോ അറബി ഒരു പെട്ടിയും പിടിച്ചു വരും. വന്നിട്ട് പെട്ടി അങ്ങോട്ട് തുറക്കും, ഒരു തൂവൽ ഇങ്ങോട്ട് എടുക്കും, ചെവിയിലിട്ട് സൂചിച്ചടിക്കും. ഭയങ്കര സുഖമാണ്. അത്രയ്ക്ക് സുഖമാണ്. ചെന്ന് കയറിക്കൊടു. എടാ ആ പൊരി വെയിലത്തിടുന്ന പാവങ്ങൾ കിടന്ന് അവിടെ കഷ്ടപ്പെടണം. അപ്പൊ ഇവിടെ ഓരോ കൂട്ടുകാരന്മാരുണ്ട്. ഇവിടെ നിന്ന് വിളിക്കും, അലിയ ലീവിന് വരുമ്പോ ലിക്കർ കൊണ്ടുവരണേ, ലീവിന് വരുമ്പോ ലിക്കർ കൊണ്ടുവരണേ എന്ന്. ഇവിടെ നിന്ന് മാറ്റമുണ്ടായ ലിക്കർ ഇടാൻ സമയമില്ലാതെ അവൻ ഇവിടെ പണിയെടുക്കുകയാണ്. അപ്പോഴാണ് ഇവന്റെ ഒക്കെ ഒരു ലിക്കർ. അല്ല പിന്നെ. ഹലോ മേസ്ത്രി. മേസ്ത്രി, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വണ്ടി ശരിയാക്കാൻ തന്നിരുന്നില്ലേ? ഒരു മാരുതി കാറല്ലേ? അയ്യോ എന്റെ സുഹൃത്തേ, നിങ്ങൾ ഇങ്ങനെയുള്ള കാറൊന്നും കൊണ്ട് നടക്കരുത് കേട്ടോ. കേട്ടോ, അതിന് വൈപ്പർ അല്ലായിരുന്ന കംപ്ലൈന്റ്? വൈപ്പർ കംപ്ലൈന്റ് ആണ്. ഇപ്പൊ ഓക്കെ ആയല്ലോ? എവിടെ ഓക്കെ ആയിരുന്നു? എന്ത്? കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോ ഞാൻ റോഡ് സൈഡിൽ ഒതുക്കിയിട്ട് അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. വർക്ക് ചെയ്യുന്നില്ല. അതായത് ഈ കാറിൽ സ്വിച്ച് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. അത് ഓണാക്കിയാലേ വൈപ്പർ ഇങ്ങനെ അടിക്കുള്ളൂ. അല്ലാതെ എനിക്ക് അവിടെ വന്നിരുന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി തരാൻ പറ്റില്ല. മനസ്സിലായ? പിന്നെ അത് മാത്രമല്ല, വണ്ടിക്ക് ഇപ്പൊ ഒരു ചെറിയ പമ്മല്. വണ്ടിക്ക് പമ്മലെന്ന് മനുഷ്യരാണ് അണ്ണൻ അറിയാല്ലേ. നമ്മൾ ആരെന്നെങ്കിലും ഒരു ചിപലം പൈസ കടം വാങ്ങിച്ചാൽ അവരെതിരെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് പമ്പം. അതില് വണ്ടിക്ക് സ്വാഭാവികമായിട്ട് ഒരു പമ്മൽ, അത്ര തന്നെ. വണ്ടിക്ക് ഈ കാശുമായിട്ട് എന്താണ് ബന്ധം? വണ്ടിക്ക് എന്താണ്? അല്ല, വണ്ടിക്ക് എങ്ങനെ പമ്മലുണ്ട്? വണ്ടി ആരെന്തെങ്കിലും ഒക്കെ കടമാച്ച് കാണുകൊണ്ടാ. നമ്മക്ക് അറിഞ്ഞൂടല്ലേ, നമ്മൾ ചോദിക്കാൻ പറയുകയും ചെയ്യണില്ലല്ലേ. എന്തിനാ നീ ചിരിക്കണത്? നീ എന്നെ ആക്കണം. കുറെ നേരം കൊണ്ട് നീ ഒരറ്റം വെച്ച് ചൊരുവേണം. എന്റെ 500 എന്റെ 500 എടുത്ത് നിന്നിട്ട് നീ പണിയത്. എന്റെ 500 എന്റെ 500 എന്റെ 500 മറ്റേ സംഭവം അറിഞ്ഞാ? അണ്ണന്റെ വീടിനടുത്തുള്ള വാസുവിന്റെ മോള് ഒളിച്ചോടി. ആരോടാ ഇത്? ആരോടാ ഒളിച്ചോടി? രായന്റെ മോന്റെ കൂടെ. എന്നിട്ട് രണ്ടുപേരെയും പിടിച്ച് പോലീസ് പിടിച്ച്. പോലീസ് പൊക്കി, കേരള പോലീസ് പൊക്കും. എറണാകുളത്തിട്ട് പൊക്കണം. പൊക്കി ആകെ വിഷയമായി. വീട്ടിൽ വിളിച്ച് പറഞ്ഞപ്പോ ഇവിടെ തള്ള അറിഞ്ഞായിരുന്നു സംഭവം. അമ്മ എങ്ങനെ അറിഞ്ഞാൽ അറിയാമോ? 500 രൂപയായിട്ട് മലക്കറി മേടിക്കാൻ പോയി. എത്ര? 500 രൂപയായിട്ട്. എത്ര? 500. എനിക്കൊരു 500 തരായില്ലേടാ. എന്റെ പൈസ ഇല്ല ഇല്ല. 500 അല്ലല്ല, നോക്കണ്ട. ഇല്ല ഒന്നുമില്ല. 500 എന്താടാ? ആശാന്റെ വലത്തെ ചെവി ശകലം ചെറുതാണല്ലേ? തന്നെടാ. ഓ, എല്ലാരും പറയണ്ട ഈ ചെവി ചെറുതും ഇത് വലുതും. എന്താടാ അങ്ങനെ? അത് വലുതും ഇത് ചെറുതും. അത് സംഭവം എന്താ അറിയാമോ? നമ്മൾ ഈ പണ്ട് ഈ പാളക്കിടന്ന് കുളിക്കത്തില്ല, ഇങ്ങനെ പറഞ്ഞ കൈ കല്ലിട്ട് അടിച്ച് കരയത്തില്ല. ഈ സമയത്ത് നമ്മൾ ഈ ചെവി പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കണം. ചെവി പിടിച്ച് ഒരേപോലെ വലിക്കണം. എന്നിട്ട് കവിളി പിടിച്ച് വലിക്കണം. ഇങ്ങനെ. എന്നിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ തടവി വിടണം. അപ്പൊ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ഐശ്വര്യം നമ്മുടെ മുഖത്തുണ്ടാവും. അത് തോന്നിപ്പോയി. അങ്ങനെ വന്നാലേ നമുക്ക് ആ കുഞ്ഞിന്റെ ആ രൂപവും പാളയെ കിടന്ന് കയ്യും കാലോട്ട് അടിക്കുന്ന പിഞ്ചു കുഞ്ഞിന്റെ മുഖം നോക്ക്. അല്ലടാ, ഇത് ഇങ്ങനെ ശരിയാവോ? എങ്ങനെയായിരുന്ന? നീ പറയും പോലെ അല്ലടാ, എന്നെ വളർത്തിയിട്ട് പാളയിലിട്ട് ഇങ്ങനെ ചെവി വലിച്ച് മൂക്ക് വലിച്ച് അങ്ങനെയല്ലേ ചെയ്യണത്. പക്ഷെ അവര് വലിച്ച സ്ഥലം മാറിപ്പോടെ വേറൊരു സ്ഥലമായിരുന്നു. വയറില്ല. അതാണ് ഇങ്ങനെ വലിച്ചിരിക്കുന്നത്. ഒരുപാട് കളിയാക്കരുത്. എന്റെ പൈസ എന്റെ 500 തരാന്ന് പറഞ്ഞില്ലേ? അല്ല, പറ്റൂല. എന്റെ 500 ഇപ്പൊ കിട്ടിയേ പറ്റൂ. എനിക്ക് എന്റെ 500 കിട്ടണം. തരാം 500 രൂപ തരാം. 500 അല്ല, 1000 കൊണ്ട് ഏതോ ഒരു മലങ്കോള് വരുന്നുണ്ട്. ഹലോ, ഒന്ന് ശരിയാക്കി തരുമോ? പഴം കണക്ക് നിൽക്കാതെ ശരിയാക്കി കൊടടാ. ആശാനെ, ഇപ്പൊ നോക്ക്, ശരിയായി. എവിടെ? വേണ്ട. ഇതാരടാ? ആശാൻ പറഞ്ഞ ശരിയാക്കി കൊടു. അയ്യോ, ഞങ്ങൾ ഇങ്ങോട്ട് വരണ വഴിക്ക് ഞങ്ങളെ കാർ സ്റ്റാർട്ട് ആവുന്നില്ല. അത് ശരിയാക്കി തരാനാ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കല്യാണ പാർട്ടി. അയ്യോ, തെറ്റിപ്പോയി. ചേട്ടൻ പോവരുണ്ട്. ചേട്ടാ വാട്ടാ. ആരടാ കീരിക്കടൻ ജോസോ? ചേർന്നിന്നാണ്. ചേർന്നില്ല. ഡിങ്കനും ഡാഗിനി.
പേരെന്തോന്ന്? ജിമ്മി. ഇത് പട്ടീന്റെ പേരാടാ. അയ്യേ നിങ്ങൾ അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട. എന്റെ ചേട്ടന്റെ പെറ്റ് നെയിമാണ് ജിമ്മി എന്ന്. പെട്ടിക്കടക്കാരെങ്കിലും ജിമ്മി എന്ന് പേര്. വെട്ടിക്കളയല്ല, പിന്നെ എന്റെ വീട്ടുകാരും നാട്ടുകാരും സുഹൃത്തുക്കളും എന്നെ ഇഷ്ടമുള്ളവർ ഇഷ്ടത്തോടെ വിളിക്കുന്ന പെറ്റ് നെയിം ഓ ജിമ്മി. അതിൽ നല്ലൊരു കിടുക്കാച്ചി പേര് വേറെ ഉണ്ടല്ലോ. ഏതാണ് ആ കിടക്കാച്ചി പേര്? ടൈഗർ. എടാ അപ്പോഴും പോയില്ലേ? ആദ്യം പറഞ്ഞ പേര് ജോസഫ് അച്ചായന്റെ വീട്ടിലെ പട്ടി, രണ്ടാമത്തെ ചന്ദ്രേണന്റെ വീട്ടിലെ പട്ടി. കഷ്ടം തന്നെ. നീഞ്ഞു വന്നാണേ. ടൈഗർ. അതും മാന്യത. എടാ നാട്ടിൽ നല്ല അടിപൊളി പയ്യന്മാരെ അടിപൊളി പിള്ളേരെ കൊണ്ടുവന്ന് കെട്ടിക്കൊണ്ട് വരണേ. ഇത് എവിടെ നിന്നാ നീ ഒപ്പിച്ചത്? ഈ ഫേസ്ബുക്കിൽ കൂടെ വാട്സപ്പിലൂടെ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കെട്ടിയത്. അയ്യോ ഒരു ഫോട്ടോയെങ്കിലും വാങ്ങിച്ചു നോക്കണ്ടേയിരുന്നാ? തന്ന് എന്നിട്ട് നല്ല അടക്കവും ഒതുക്കവും വിനയവും ഉള്ള കുട്ടി. വീഡിയോയില്ല, ഫോട്ടം. നിന്റെ കാർ എന്തരീതെന്ന് പറഞ്ഞത്? ഓടി വന്ന് ഇടിച്ചങ്ങ് നിന്നു. അങ്ങനെയല്ല, ഇടിച്ചങ്ങ് മറിയണമായിരുന്നു. അതിന്റെ മണ്ടക്കൂടെ നീയും. പക്ഷെ ഇങ്ങനെ കാണുമ്പോഴുണ്ടല്ലോ ഞാൻ പൊന്നു പോലെ നോക്കും. അതാണ് അതാണ് ഇടയിൽ അത് കറക്റ്റ്. അങ്ങനെ നോക്കണം. ഞാൻ ദിവസം രാവിലെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കുളിപ്പിക്കും. കുളിപ്പിക്കണം. എല്ലാ മാസവും ഞാൻ സർവീസ് ചെയ്യും. അത് കൊള്ളാം. പിന്നെ ഗ്രീസ് അടിക്കുമല്ലോ, ഓയിലും മറ്റും. നീ ഏതിന്റെ കാര്യമാണ് പറയുന്നത്? ദോ കിടക്കണം എന്റെ പുതിയ വണ്ടി. നിന്റെ വണ്ടിക്ക് എന്തൊരു പറ്റിയെന്ന് പറഞ്ഞത്? ഓടി വന്ന് ഇടിച്ചങ്ങ് നിന്ന്. ഇടിച്ചങ്ങ് നിൽക്കുകയല്ല, 4 കാരണം പറഞ്ഞു കൊക്കയിലോട്ടങ്ങ് വീഴണം. അതിന്റെ പുറത്തൂടെ നീ ഇങ്ങനെ ബ്ലക്കെന്ന്. എടാ മാറിയതില്ല, പോടാ അങ്ങോട്ട്. നിങ്ങളല്ലേ പറഞ്ഞത് 3 മണിക്ക് മുമ്പ് എന്റെ വണ്ടി കൊണ്ടുവന്ന് ശരിയാക്കി തരാന്ന്? ഞങ്ങൾ നവദമ്പതികളല്ലേ, ഞങ്ങൾക്ക് രാഹുകാലത്തിന് മുമ്പ് വീട്ടിൽ കയറണ്ടേ? പിന്നെ തോന്നുന്നു ഇങ്ങനെ വായം വളർന്നോണ്ടിരിക്കണത്. നീ പോടി തള്ളച്ചി. അയ്യോ ചേട്ടാ, എന്നെ തളച്ചിന്ന് വിളിക്കണം. എന്റെ ഭാര്യ നീ എന്നാ വിളിച്ച? തള്ളച്ചിന്ന്. ഒന്നോടെ വിളി. നീ പോടാ വേട്ടാവളിയാ. വേട്ടാവളിയാ. എന്നാ വേട്ടാവളിയെന്ന് വിളിച്ച്. പിന്നെ ഈ മുഖത്ത് നോക്കിയിട്ട് രാജകുമാരാന്ന് വിളിക്കണോ? നിങ്ങൾ ഇവിടെ കിടന്ന് ഇനി എന്തൊക്കെ ബഹളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും എന്റെ മേശിരി ഈ കാറ് പണിയെ തരത്തില്ല. അതിന് കുറച്ച് സമയം പിടിക്കും. അതാണ് എന്റെ മേശിരിയുടെ പ്രത്യേകത. അല്ലേ മേശിരി? സ്വന്തം കഞ്ഞിയിൽ മണ്ണ് വാരിയിടോ. മേശിരിയുടെ നെഞ്ചത്ത് ഭരതനാട്യം കളിക്കൂ. തീർന്ന് ആണ്ടേ നിന്നെ നുള്ളിയതേ ഈ ബാബു മേശിരിയാണ്, അല്ല സണ്ണി ലിയോൺ അല്ല. പോയി സ്കൂട്ടർ എടുത്തോണ്ടോടാ. ചേട്ടാ, ചേട്ടന് ഇതുപോലെ പിച്ചാൻ അറിയാമോ? അറിയാമോന്നോ? നിനക്ക് ഒരു കുന്തം അറിഞ്ഞൂടാ. നോക്കാനടാ സ്പാനർ സ്കൂട്ടർ വലുത് ചോദിച്ചപ്പം എടുത്തോണ്ട് വന്നേക്കണം സാധനമാണ്. ഞാൻ എന്ത് ചെയ്യണം നീ പറ. എടാ പോയൊരു 10-12 സ്പാനർ എടുത്തോണ്ടോ. അത് കൊള്ളാം. ആ പാട്ടി പോകണമെന്ന് പറഞ്ഞ ഈ ഒരു സാധനം കൊണ്ട് ഒരു 2 സ്പാനറും ഉണ്ട്. നീ 12 ഞാൻ എവിടെ നിന്നോട്ട് വരാനാ? അടുത്ത വർഷത്തിൽ വേണമെങ്കിൽ പോയെടുത്തോണ്ട് വരാം. എന്റെ വർഷാപ്പിനെ കുറ്റം പറയരുത് കേട്ടാ. എന്റെ വർഷാപ്പിനെ കുറ്റം പറയരുത്. സുഹൃത്തെ, ഞാൻ ഒരു കാര്യം പറയാം. എന്റെ വർഷാപ്പിനെ കുറ്റം പറയണേ എനിക്ക് ഇഷ്ടമല്ല. എന്റെ വർഷാപ്പിനെ കുറ്റം പറയരുത്. വേണമെങ്കിൽ എന്റെ കർണക്കുറ്റിക്കൊന്ന് അടിച്ചോ. എന്തിനാടാ നീ എന്നെ അടിച്ചത്? വന്നപ്പോഴേ ഓർമ്മ തരണമെന്ന് വിചാരിച്ചാണ്. ചോദിച്ചു, തന്നു. എങ്ങനെയുണ്ട്? നീ ഒറ്റ ഒരുത്തം കാരണം എന്റെ കർണക്കുറ്റിക്ക് അടിയിട്ട് ഇറങ്ങിക്കോണം. ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. അങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല. എന്ത് പറ്റാത്ത? എനിക്ക് അവകാശം വേണം. അയ്യോ നിന്റെ അവകാശം 10 ഏക്കർ കൊണ്ട് ഇട്ടേക്കല്ലേ ഇതിനകത്ത്. പുല്ലൻ ചത്താടാ. ചത്തെന്ന് തോന്നുന്നു. What is this? പരിഷ്കാരി. What are you doing? പച്ച പരിഷ്കാരി. അതായത് ഐ ആൻഡ് ഹീസ് പ്രഗ്നന്റ്, അതർവൈസ് നോട്ട് കംപ്ലീറ്റ്ലി. പുല്ല് ചാടിക്കറി ഇംഗ്ലീഷ് പറയണ്ടായിരുന്നു. മനസ്സിലായില്ല. 1.5 ആഴ്ച എടുക്കും കാർ ശരിയാക്കാൻ. 1.5 ആഴ്ചയാ? 1.5 ആഴ്ച എടുക്കും. അയ്യോ 1.5 ആഴ്ചയാ? എന്തോന്ന് കാണിക്കണത്? 3 മണിക്ക് മുമ്പ് ഞങ്ങളുടെ കാർ ശരിയാക്കി തരാൻ തന്നെയാ പറഞ്ഞത്. എന്നിട്ട് 1.5 ആഴ്ച എന്നാ പയലേ എന്റെ തനി കുണം നിനക്ക് അറിഞ്ഞൂടാ. ഞാൻ ചെവിരി ചേർത്ത് ഒട്ടിച്ച് വെക്കും കേട്ടോ. എന്താ കളിക്കണ?
ചെറുക്കൻ്റെ കളിക്കാണ് ഇഞ്ഞു നീ എന്തോ കുറെ ഷോ കാണിക്കണത് ആരുടെ കാണിക്കണത് ബാബു ശരീര തട്ടകത്തിൽ വന്നിട്ട് നീ എന്താണ് കാണിക്കണത് നിന്നെ പോലെ ഒരാളത്തെ കണ്ടാലേ ആരുടെ കാണിക്കണത് എന്തോന്നുവാ താ കുറെ നേരം കൊണ്ട് കിടന്നത് കളിക്കണല്ലേ എന്തോന്നുവാ ആ രണ്ട് കണ്ണ് ഞാൻ ചൂണ്ടെടുത്തോണ്ടിരിക്കോ മുട്ട് കളി കണ്ടി ഞാൻ മരിച്ചിന് പോലെ എടുത്തത് കളിക്കണ എന്റെ അടുത്ത് കളിക്കണോ ബാനർ ഇട് ഇനി വാ പിന്നെ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്നല്ലേ ഉള്ളു ഇപ്പൊ തന്നെ കാർ ശരിയാക്കി തരാം അത്രയും നേരം എന്തായാലും മിണ്ടിയും പറഞ്ഞൊക്കെ നില്ല് കേട്ടാ അറിയാം കാർ ശരിയാക്കി തരാം ആ വഴക്കൊന്നും പറയല്ലേ ഇനി ഞങ്ങളെ എന്തേട്ടാ അയ്യോ ഞാൻ ഒന്നും പോലല്ലേ ചേട്ടാ നമുക്കേ വണ്ടിക്കകത്തിരുന്ന് ഒന്നും സംസാരിക്കാൻ പറ്റില്ലല്ലേ അതെന്താണെന്നറിയാമോ ഈ വണ്ടിയൊക്കെ കയറിയപ്പോ AC-യുടെ തണുപ്പടിച്ച് ഞാനങ്ങ് ഉറങ്ങിപ്പോയി എന്റെ ചേട്ടാ AC തണുപ്പിടിച്ച് ഉറങ്ങിപ്പോയെന്ന് ചേട്ടന്റെ വീടിനകത്ത് റൂമിനകത്തും ഒക്കെ AC ഉണ്ടോ ഇല്ല രക്ഷപ്പെട്ട് പിന്നെ ഈ സാരി എവിടെ നിന്ന് എടുത്തത് ഇത് രാമേന്ദ്രന്റെ 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 കടയിൽ നിന്ന് എന്റെ അച്ഛൻ 15,000 രൂപ എടുത്ത് വാങ്ങിച്ച സാരി പിന്നെ 15,000 കുണുവ അത്രയൊന്നുമില്ല ഒരു 3,500 രൂപ വരും അയ്യോ ഇത് 15,000 രൂപ എടുത്ത് വാങ്ങിച്ച സാരി അവിടെ ഞാൻ നോക്കട്ടെ എടാ നോക്കിക്കത് അഴിച്ചിറാ അന്നാ ചാക്കിനകത്തിരിക്കണ സ്പാനർ കുടഞ്ഞിട്ടാലല്ലേ വെളി വരുള്ളൂ ഞാൻ എന്തിരിക്കാ എടാ വാ കാർ നോക്കാം കേട്ടാ ഇപ്പൊ നോക്കി തരാം വാ കുടഞ്ഞിട്ടതും കുടഞ്ഞെടുക്കാത്ത അമ്മോ. പെട്ടിയാട്ടോ വീട്ടിൽ കെട്ടിയണക്ക് ഒരു സാധനം വാ ദേഹത്ത് തൊടാമോ ആയിക്കോട്ടെ പിന്നെ നിനക്ക് ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വല്ലതുകൊണ്ടോ എന്തോന്ന് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അത് ഞാൻ പണ്ട് അണ്ടേ പീസ് പൊയ്ക്കൊണ്ടിരുന്നപ്പോ രമണി മഞ്ജു ഗീതയൊക്കെ പറഞ്ഞപ്പോ ഞാനതങ്ങ് നിർത്തി എന്തോന്ന് അണ്ണൻ പറഞ്ഞ എക്സ്ട്രാ കരിക്കും കൊല കരിക്കും കൊല അല്ല തേങ്ങാ കൊല എടി ഈ കായികപരമായിട്ട് വല്ല കഴിവുണ്ടോ അയ്യോ അത് ഞങ്ങള് കുടുംബപരമായിട്ട് സ്പോർട്സിലല്ലേ കഴിവ് തെളിയിച്ചിട്ടുള്ളത് ഞാൻ ഭയങ്കരമായിട്ട് ഹൈ ജമ്പ് അങ്ങ് ചാടും രണ്ട് കപ്പ് എടുത്ത് അപ്പുറം ഇപ്പുറം വെച്ചിട്ട് നടുക്കൊരു കമ്പ് വെച്ചിട്ട് എന്റെ മണ്ടേ കൊണ്ട് എടുത്തങ്ങ് ചാടും നിനക്ക് നമ്മുടെ നാട്ടിൽ പറയണ വേലിയാടും ചേട്ടാ എനിക്ക് ചേട്ടനെ കിട്ടിയത് എന്റെ പുണ്യമാ ചേട്ടാ നിന്നെ എനിക്ക് കിട്ടിയത് എന്റെ സ്വപ്നത്തിൽ പോലും ലഭിക്കാത്തൊരു മഹാഭാഗ്യമാണ് എന്റെ പൊന്നെ എന്റെ മുത്തേ ഒന്ന് കാണിക്ക് നിന്റെ മുഖം എന്റെ ദേവസേനെ എന്റെ കട്ടപ്പ കട്ടപ്പേ എന്റെ ബാഹുബലി ചേട്ടാ ചേട്ടന് ഭയങ്കര ദേഷ്യമാണല്ലേ ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാ പക്ഷെ എന്നെ പേടിക്കണം ഇല്ലെങ്കിൽ കാലവാരി തൂക്കിയെടുത്ത് അറിയില്ല അമ്മച്ചിയാണോ പേടിച്ചോ നമ്മൾ പറഞ്ഞ അമ്മ കേട്ടാ എന്തിനാടാ കടന്ന് ചിരിക്കുന്നത് ഒരു കാര്യമില്ലടാ ആര് നിങ്ങളുടെ അല്ല എടാ നീ എന്തരൊക്കെ വാങ്ങിച്ച് കല്യാണം കഴിച്ചെന്നാണ് പറഞ്ഞത് 10 അങ്ങനെ 2 10 ആ 2 10ന്റെ കൂടെ നിന്റെ ഭാര്യ വിട്ടുകാരും നിനക്ക് വേറൊരു 10 കൂടെ തന്നിട്ടുണ്ട് അതേത് 10 ആ പുറത്ത് കിടക്കണ ആ 10 എടാ കാറ് മാത്രം തന്നാ പോരാ ആ കാർ ഓടിച്ചോണ്ട് വരുമ്പോഴേ അതിനകത്ത് ഒരു 100 രൂപ കൊടുത്ത് 1 ലിറ്റർ പെട്രോൾ അടിച്ച് അതിനകത്ത് ഇടണം എന്നാലേ വണ്ടി ഓടും പെട്രോൾ ഇല്ലേ ഇല്ല സ്ത്രീധനമായിട്ട് കാർ കൊടുക്കുന്ന എല്ലാ അമ്മായിയപ്പന്മാരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇത്രയൊക്കെ കൊടുക്കാമെങ്കിൽ 100 രൂപയുടെ പെട്രോളും കൂടെ ഒഴിച്ചു കൊടുത്തു